അപ്പോൾ യേശുവിൻ്റെ നാമം കർത്താവിൻ്റെ ഉത്ഥാനത്തോടു കൂടി വലിയ നാമമായി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും. കൊളോസ്യസ് 3:11 എന്താ വായിച്ചത്? അവൻ യേശു എല്ലാമാണ്, പിന്നെന്താ എല്ലാവരിലുമാണ്, അല്ലേ? ഇൻക്ലൂഡിങ് നോൺ ക്രിസ്ത്യൻസ്. അല്ല, ക്രിസ്ത്യൻസിൻ്റെ മതമല്ല. അതുകൊണ്ട് ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ക്രൈസ്തവരല്ല കൂടുതൽ ആൾക്കാർ സാക്ഷ്യം പറയണത്. എന്താ കാര്യം? യേശു എല്ലാവരിലുമാണ്, എല്ലാമാണ്. എല്ലാവരും അതിൻ്റെ എല്ലാം ഉണ്ടല്ലോ. പിന്നെ IELTS, MOT, അതും എല്ലാ പരിപാടിയും അതിൻ്റെ അകത്തുണ്ട്. നിൻ്റെ തലപിരിപ്പിനും ക്യാൻസർ, നിൻ്റെ നിത്യജീവൻ ആണല്ലോ ഏറ്റവും അവസാനം. അതുവരെ എല്ലാമാണ്. യേശുക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരിലുമാണ്. അപ്പോൾ ഈ എല്ലാവരിലും ആയത് എങ്ങനെയാണ്? അവൻ്റെ മനുഷ്യാവതാരത്തോടെയും കുരിശുമരണത്തോടെയുമാണ് അവൻ എല്ലാവരുടെതും ആയത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ മാലാഖ അമ്മയോട് പറയണത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് പറഞ്ഞിട്ട് വിജാതിയർ അവന് പ്രത്യാശ വെക്കും എന്ന് പറയുമ്പോഴേ ശിമയോൻ്റെ കയ്യിൽ ഈശോയെ കൊടുക്കും, ഉണ്ണീശോനെ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. അപ്പം ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കണമല്ല. ലൂക്ക 2:30 ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. അപ്പം ഇതിനെല്ലാം കൂടി ഒറ്റ നാമമാണ് പറയുന്നത്. അനുഗ്രഹം നമുക്ക് വേണ്ടതൊക്കെ വേണ്ട, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം. അതിനെല്ലാം കൂടി ഒറ്റ വാക്കാണ് പറയണത്. എന്താണ്? രക്ഷ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ഈ സമഗ്രമായിട്ടുള്ള വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും ഇറസിസ്റ്റബിളായിട്ടുള്ള ഒരു പ്രെയർ ഇൻ്റർസെഷനാണ് മെരിയൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാതാവിനെ എന്തുകൊണ്ടാണ് വൈ വി പ്രൊമോട്ട് മേരി? വേറെ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ ഇല്ലാത്ത കൊണ്ടാണ്. മനസ്സിലായില്ലേ? എല്ലാ കാലങ്ങളിലും ഉടമ്പടി ഉണ്ടായിരുന്നു. എല്ലാ കാലങ്ങളിലും നോഹിൻ്റെ കാലത്ത് ഉടമ്പടി ഇല്ലായിരുന്നു. നോഹൻ ദൈവമായിട്ട് ഉടമ്പടിയില്ല ചെയ്തത്. അതിൽ നമ്മൾ തിരുപച്ചതിരിയായിട്ടിരിക്കണേ. നമ്മുടെ ഉടമ്പടി തിരുപച്ചതിരിയാകാൻ കാര്യം എന്താണ്? നോഹിനോട് ഉടമ്പടി ചെയ്ത് പ്രളയം കഴിഞ്ഞപ്പോഴേ, പ്രളയം കഴിഞ്ഞില്ലേ? ആ സമയത്ത് എല്ലാം ചീഞ്ഞു പോയില്ലേ? ചത്ത ചീഞ്ഞു പോയില്ലേ? അപ്പോൾ രണ്ടാമത് ദൈവം ഇത് റിസ്റ്റോർ ചെയ്യണ സമയത്ത് ഒരു വാക്ക് മോസസിനോട്, നോഹിനോട് പറയും. എന്താണ്? ഐ വിൽ റിസ്റ്റോർ, ഐ വിൽ ഗിവ് യു ദ ഗ്രീനറി. അതായത് പച്ച പുതച്ച ഭൂമി നിനക്ക് അവകാശമായി നൽകും. അപ്പോഴേ ഈ പച്ച വീണ്ടും ഒരു റിസ്റ്റോറിങ്ങിൻ്റെ, ഇപ്പം നിൻ്റെ കടം വന്നു, നിനക്ക് രോഗം വന്നു, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇതെല്ലാം റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഉടമ്പടി പുതിയ പരിപാടിയൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഉടമ്പടിയുടെ അപ്ഡേഷൻ എന്താ വന്നിരിക്കുന്നത്? അമ്മമാതാവ് ഹൃദയ ഘടികാരവുമായി നെഞ്ചത്ത് ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നപ്പോൾ 2015 അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി, കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കൃപാവര പദ്ധതിയായിട്ട് ഉടമ്പടി തരണത്. ആ ഉടമ്പടിക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഉടമ്പടിയിലേക്കാളും ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണ്? മരിയൻ ഉടമ്പടി. ഇപ്പം നോഹിൻ്റെ ഉടമ്പടിയാണ്, എബ്രഹാത്തിൻ്റെ ഉടമ്പടിയാണ്, മോസസിൻ്റെ ഉടമ്പടിയാണ്. യേശുവിൻ്റെ ഉടമ്പടി കൂട്ടണ്ട കാര്യം. അത് ഈ മനുഷ്യൻ നമ്മൾ പറഞ്ഞ കഞ്ഞിക്കപ്പ IELTS പരിപാടിക്കൊന്നുള്ളതല്ല. അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ് കുർബാന. അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലാതെ മനുഷ്യന്മാരുമായിട്ട് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉടമ്പടിയും അതിന് കുറച്ച് കാലതാമസം വന്നു പോകുന്നുണ്ട്. മരിയൻ ഉടമ്പടി കാലതാമസം വരാത്ത എന്താ? ഇതാണ് അപ്ഡേഷൻ. ഉടമ്പടി വന്ന അപ്ഡേഷൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ? എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തത് എന്താണ് ചെയ്തിരിക്കുന്നത്? നിനക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകും. അതാണ്. പക്ഷേ ചൂണ്ടിക്കാണിക്കുന്ന ദേശം എബ്രഹാത്തിന് കൊടുക്കണ സമയത്ത് എബ്രഹാത്തിന് 75 വയസ്സുണ്ടല്ലേ? സാറായിക്ക് 75 വയസ്സുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ചൂണ്ടിക്കാണിക്കുന്ന ദേശം, ദൈവത്തിൻ്റെ വാഗ്ദാനം അത് പാലിക്കാൻ വേണ്ടി എബ്രഹാത്തിന് ആവശ്യമായ ഫെയ്ത്ത് എബ്രഹാത്തിന് കുറവായിരുന്നു. പൗലോസ് അപ്പോസ്തലനാണ് എബ്രഹാത്തിനെ പ്രൊമോട്ട് ചെയ്യണത്. അങ്ങനെ മാതാവിനെ അറിയാൻ പാലാത്തതുകൊണ്ടാണ്, വേറെ കേസ് കേട്ടൊന്നുമില്ല. എബ്രഹാത്തിന് ഫെയ്ത്തിൻ്റെ ഒരു പിതാവാക്കി മാറ്റുന്നത് ആരാണ്? പൗലോസാണ് ശരിക്കും. പക്ഷേ എബ്രഹാത്തിനെ നമ്മൾ എങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാലും നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പുള്ളിക്കാരൻ ഇടയ്ക്ക്
സാറാ ചേട്ടത്തിൻ്റെ വാക്ക് കേട്ടില്ലേ? ഹാഗറിനെ പ്രാപിച്ചു, ഇസ്മയിൽ ജനിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദാനം കഴിഞ്ഞപ്പോൾ 86-ാമത്തെ വയസ്സിലാണ് ഇസ്മയിൽ ജനിക്കുന്നത്. 75 വയസ്സിലാണ് ആ വാഗ്ദാനം കൊടുക്കുന്നത്. ഒരു 75, 10, 85, 1, 80, 11 കൊല്ലം. 11 കൊല്ലം ഈ വാഗ്ദാനം കാത്തിരുന്നപ്പോൾ പുള്ളിക്ക് ബോറടിച്ച്. ഇതാണ് പ്രശ്നം. എബ്രാഹത്തിൻ്റെ ഫെയ്ത്തിൽ വന്നിരിക്കുന്ന ഒരു കുഴപ്പം അതാ. അത് ചില്ലറ കുഴപ്പമല്ല ഉണ്ടാക്കിയത്. അതായത് കഴിഞ്ഞ ദിവസം ഉടമ്പടി ഉഴപ്പാനുള്ള സാധ്യതയുണ്ട്. കാരണം എബ്രാഹത്തിൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു വെച്ചാൽ, എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് 25 വർഷം താമസിച്ചത്? കാലതാമസം വന്നത് എന്താ? അതിന് പ്രോപ്പർ മീഡിയേഷൻ ഇല്ലാഞ്ഞ കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് പ്രോപ്പർ മീഡിയേഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മീഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടിക്ക് മാധ്യസ്ഥം വേണ്ടേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു കരാറുണ്ടെങ്കിൽ അതിനൊരു സാക്ഷി ഉണ്ടാകുമല്ല കരാറിന്. ആ സാക്ഷി ഇപ്പോൾ നമ്മൾ ജാമ്യത്തിൽ ഇറക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ പറ്റിച്ചിട്ട് വെച്ചല്ലേ ഇറക്കണത്. അപ്പോൾ ഈ മധ്യസ്ഥം നിൽക്കുന്ന ആളിൻ്റെ കപ്പാസിറ്റി ഒരു പ്രധാന വിഷയമാണ്. കപ്പാസിറ്റി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ എന്താ പ്രശ്നത്തിൽ ഈ മധ്യസ്ഥം നിൽക്കുന്ന ആളിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് നടക്കും കാര്യം അതാണ് മരിയൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ മോസസിനാണെങ്കിൽ പോലും 40 കൊല്ലം എടുത്തില്ലേ? 4 ദിവസത്തെ ഏർപ്പാടല്ലേ ഉള്ളു. എന്നാൽ 4 മാസം എടുത്തു. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേ തേരുംപാല് ഒഴുകുന്ന വാഗ്ദാന ദേശം തരാമെന്ന് പറഞ്ഞത് ആരോടാ? മോസസിനോട് അല്ലേ? അകപ്പാടെ ഇവിടെ ഭൂമിക്ക് ചുറ്റും കറങ്ങേണ്ട കാര്യമില്ലേ? നേരെ അങ്ങോട്ട് നടന്ന് പോയാൽ മതി. 4 ദിവസം. ബസ്സിനാണെങ്കിൽ രാവിലെ 10 മണിക്ക് പോയാൽ ഞാൻ 10 മണിക്കാണ് അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് പോകുന്നത്. ഞാൻ ഈജിപ്തിലെത്തിയപ്പോൾ വൈകുന്നേരം 5 മണി, അത്രേ ഉള്ളൂ സമയം. മരുഭൂമി നേരെ കിടക്കുന്ന റോഡല്ലേ. ആകപ്പാടെ 10, 9, 11 മണിക്കൂർ എടുക്കും. നടക്കാനാണെങ്കിൽ 4 ദിവസം എടുത്തു. ഇത് 40 ദിവസമാണ് മോസസ് എടുത്തത്. അതാണ് പ്രശ്നമായിപ്പോയത്. 40 ദിവസം എടുത്തു കഴിഞ്ഞപ്പോഴെന്ത് ഇതിങ്ങനെ ഉടമ്പടി തന്നിരിക്കുന്ന സംഭവത്തിൽ സമയത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലില്ല. അതുകൊണ്ടാണ് 25 വർഷം എടുത്തത്. ഒരു ഉടമ്പടിയിലെ സമയബന്ധിതമായിട്ട് സമയത്തെ കൺട്രോൾ ചെയ്യാനുള്ള നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വിഷയം, എപ്പോഴും നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വിഷയം എന്താണ്? സമയം തന്നെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പല വിഷയത്തിൻ്റെ മേലും തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ കോവിഡിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ കോവിഡിനെ നിയന്ത്രിക്കാവുന്ന രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? അപ്പം അതുപോലെ ഈ സമയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകം മോസസിൻ്റെ ഉടമ്പടിയിലില്ല, എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ള ഒരു പെർഫെക്റ്റ് റെസിസ്റ്റബിളായിട്ടുള്ള ഒരു പ്രെയർ മീഡിയേഷൻ്റെ സപ്പോർട്ടില്ലാത്ത ഉടമ്പടി. അതുകൊണ്ട് ഇതിങ്ങനെ കാലാതീതമായിട്ട് നീണ്ടുപോകും. എബ്രാഹത്തിൻ്റെ 25 കൊല്ലം എടുത്ത് അങ്ങനെ നീണ്ടുപോയപ്പോൾ കൊണ്ടാണ് സാറാ ചേട്ടത്തിക്ക് പേടിയായത്. നീണ്ടുപോകും തോറും പേടി വരുമല്ലോ. ഇപ്പം നമ്മുടെ ഒരു വസ്തു ജപ്തി നടക്കാൻ പോവുകയാണെന്ന് അത് ഇങ്ങനെ വസ്തു ഇപ്പം ചിലവൊന്നും പറഞ്ഞാൽ അച്ഛാ വസ്തു ജപ്തി ആകാൻ പോണച്ചാ ആക്കുമ്പോൾ ഒന്ന് വിറ്റ് മാറ്റിയാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് വിൽക്കുകയും ചെയ്യാം, നമുക്ക് വല്ലതും കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ആ വസ്തു പോവുകയും ചെയ്യും, പിന്നെയും നമ്മൾ കാശ് ബാങ്കിൽ അടക്കേണ്ടിയും വരും. അതാണ് ഇപ്പോൾ സമയത്തിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പോൾ ആ സമയത്തെ ചുരുക്കാൻ കഴിഞ്ഞാൽ പല വിഷയങ്ങളും സമാധാനമാകും. സമയച്ചുരുക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിലുണ്ടായിരുന്ന സമയമാണ് സമയഘടികാരം. അതിൻ്റെ മോഡലപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണവരെ അൾത്താറയിൽ അത് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. എന്തിനാണ് ചെല്ലണത്? അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ പഠിക്കണം. അതിൻ്റെ വിവേചനം അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ പറയണ പോലെയല്ല, ഞാനെൻ്റെ സാക്ഷിയാണ്. പക്ഷേ സാക്ഷിയല്ലല്ല പ്രധാനപ്പെട്ടത്. ആർക്കും കയറി പറയാമല്ലോ, ഓരോരുത്തർക്ക് എന്നിങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് തട്ടിപ്പ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള ചുമ്മാ തിരക്കിട പരിപാടി വിടായ്പാണെന്ന് പറയാമല്ലോ. തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ട് നമ്മൾക്ക് സഭയുണ്ട്. സഭയാണിത്. എന്താണ് സംഭവിച്ചോ അല്ലെങ്കിൽ സംഭവിച്ചില്ലേ? ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം വന്നത്, ഇപ്പം അതായത് സാക്ഷ്യത്തിൻ്റെ നിലവാരമെല്ലാം നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് ഒരു 10 തെളിവെങ്കിലും നമുക്ക് കിട്ടും. ഇവിടെ 10,000 സാക്ഷ്യങ്ങളുണ്ടാവും. ചില സാക്ഷ്യങ്ങൾ സാധാരണ സാക്ഷ്യങ്ങൾ എഴുതി തള്ളിക്കോ, സാധാരണ സംഭവിക്കുന്നതാണ്, പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് വിചാരിച്ച് എഴുതി തള്ളാം. പക്ഷേ ചില സാക്ഷ്യങ്ങൾ മേജറാണ്. മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന ചില വലിയ സാക്ഷ്യങ്ങളുണ്ട്, വൻ കാര്യങ്ങൾ. അതിപ്പോൾ ഈ മൈക്കിൾ ജോണിൻ്റെ അതുപോലെ സാക്ഷ്യമാണ്. മൈക്കിൾ ജോണിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ് 2 പേരുണ്ട്.
അയാൾ രണ്ടുപേരെയും പോയി ഒരാളെ ഒപ്പീനിയൻ എടുത്ത് രണ്ടയാളെ സെക്കൻഡ് ഒപ്പീനിയന്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ 2 ഹോസ്പിറ്റൽ മാറിയിട്ട് അവിടുത്തെ മെയിൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിരിക്കുന്നത്. കാണിച്ചാൽ പറഞ്ഞ് സാറേ ഇത് പ്രശ്നമുള്ളത് എൻ്റെ കൗണ്ട് ഒരിക്കലും 6 കൊല്ലമായിട്ട് കൂടണില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഹാർട്ട് മാറ്റി വെക്കേണ്ടി വരും, ഹൃദയം മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പേസ് മേക്കർ വെക്കണം. അപ്പോൾ സ്പേസ് മേക്കർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടാകുന്ന ചോദിച്ച അവസാനം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ആക്കി വരിക 8 ലക്ഷം രൂപയാണ്, ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. ഹോസ്പിറ്റൽ സ്പേസ് മേക്കർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 8 ലക്ഷം രൂപ വേണ്ടി വരും. നിങ്ങൾക്ക് 8 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഈ സ്പേസ് മേക്കറിന് 8 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പോളിസിയുടെ പേപ്പർ കാണിക്കണം. അപ്പോൾ വളരെ സീരിയസ് ആണ്. ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. രാത്രിക്ക് നെഞ്ചുവേദന ശ്വാസം മുട്ടലും ഉണ്ട്. ഏ സമയത്ത് എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പുള്ളിയുടേത്. അപ്പോൾ ഇങ്ങനെ നാളെ ഫിക്സ് ചെയ്ത്, അതായത് കഴിഞ്ഞ മെയ് 4-ാം തീയതി നടക്കേണ്ട കേസാണത്. മെയ് 4-ാം തീയതി സ്പേസ് മേക്കർ വെക്കാൻ വേണ്ടിയുള്ളത് അവിടെ ഫിക്സ് ചെയ്ത്, ഗവൺമെൻറ് ഡോക്ടർ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇയാൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ പക്ഷേ ഇതിൻ്റെ മനുഷ്യൻ 2 കാര്യങ്ങൾ ചെയ്ത്. അതായത് ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചു, കൃപാസനം തുറന്നപ്പോൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തു. ഇപ്പോൾ ഉടമ്പടിയിലാണ് അങ്ങേരുടെ ഹൃദയം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ഇങ്ങനെ ഒരേ ഹൃദയങ്ങളെയും ജീവിതവും എല്ലാം ഇങ്ങനെ നിലനിർത്തി കൊടുക്കും. കാര്യം ഇത് നിലനിർപ്പിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആ ഗ്യാരണ്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര അങ്ങേർക്ക് ഭയങ്കര ഈ വിശ്വാസമാണ്. അമ്മയുടെ കപ്പാസിറ്റിയിൽ, മധ്യസ്ഥ കപ്പാസിറ്റിയിൽ വല്ലാത്ത വിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. അത് നിങ്ങളങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. ആൾക്കാർക്കൊക്കെ പറ്റണത് ഈ വിശ്വാസത്തിൽ വെക്കുക. ഒത്തില്ലേ എന്ത് ചെയ്യും? നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണോ ദൈവം ഇടപെടാത്തത്? ഇങ്ങനെ പണ്ടത്തെ പാപങ്ങളൊക്കെ ചിന്തിച്ച് പിശാച് നിങ്ങളെ ഒരു പരുവത്തിലാക്കി, ഒരു വഴിയിലാക്കിയിട്ടുണ്ട് നിങ്ങളെ. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിരുസന്നിധി വരുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കണത് പണ്ട് ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ദൈവം കേൾക്കാത്തത്. ഈ പേജ് അങ്ങോട്ട് പറിച്ചു കയറി കളഞ്ഞേക്കണം പുസ്തകത്തിൽ നിന്ന്. ഈ പേജ് കിടക്കണമെന്ന് കാരണം ഈ പുസ്തകം മൊത്തം തെറ്റാണെന്നുള്ള ഒരു ധാരണ വരും. പണ്ട് എനിക്കുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കുനുകുന ഓവർ റൈറ്റിങ് എഴുതി വരുമ്പോൾ ആ പേജ് മോശമാണെങ്കിൽ ഞാൻ വലിച്ചേക്ക് ദൂരക്കളയും. എന്തിനാ അതിൻ്റെ അകത്ത് നമ്മൾ തുറക്കുമ്പോൾ ഈ തെറ്റ് കണ്ടുകൊണ്ടിരിക്കും. വേണ്ട ആവശ്യമില്ല, കീറിക്കളഞ്ഞേക്കണം. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ ആ പേജ് കീറിക്കളയുന്നതാണ് നല്ലത്. കാര്യം എൻ്റെ പാപങ്ങൾ, എൻ്റെ പൂർവികരുടെ പാപങ്ങൾ, ആനകൂര എന്തെല്ലാം മനുഷ്യനെ മൂക്കൊണ്ട് എന്തെല്ലാം ആവരപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഇങ്ങനെ പൂർവികരുടെ പാപങ്ങളും അല്ലാത്ത പാപങ്ങളും കുറേ ദോഷങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യനെ പിരികേറ്റി അവനെ ഭ്രാന്ത് പിടിപ്പിച്ച് 2 ചെമ്പരത്തിപ്പൂവും വെച്ചുകൊണ്ടാണ് ചില ധ്യാനകേന്ദ്രങ്ങൾ ആൾക്കാരെ പുറത്തിറക്കണം. പാപം പറഞ്ഞ് ചെമ്പരത്തിപ്പൂ തലയെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. പറയും ഇവിടെ ഒരു വെച്ചാൽ ധ്യാനം, വേറെ ഒരു കുഴപ്പം ഇവനില്ല, ഇവൻ ധ്യാനം കൂടിയ പ്രശ്നം മാത്രമേ ഉള്ളെന്ന് പറയും. എന്താ കാര്യം? പാവബോധം അടിച്ച് തലയെ കയറ്റിയിട്ടല്ല, ഇവനൊരു പരുവായിരിക്കുകയും. ആവശ്യമില്ലാത്ത ഒരു പാവബോധം തലക്കയറ്റരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ കയ്യിരിപ്പ് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേൾക്കാനും നോക്കാനും പറയാനും അന്വേഷിക്കാനും നിങ്ങളെ വീണ്ടെടുക്കാനും നിൻ്റെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മയോട് മാലാഖ പറഞ്ഞത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് എന്താണ് വെട്ടിക്കുരുവെന്നാ? അല്ല, മോചിപ്പിക്കുമെന്നാണ്. ഇത് വെരി സിമ്പിളല്ലേ? എന്തിനാ ആൾക്കാരെ പഠിപ്പിക്കണേ? എന്തെന്നാ മംഗള വാർത്ത, സന്തോഷ വാർത്ത എന്താണ് മാതാവിനോട് പറഞ്ഞത്? അവൻ തൻ്റെ ജനങ്ങളെ എന്ന് വെച്ചാൽ തന്നെ വിശ്വസിക്കുന്നവരെ, ആരായാം, അത് ക്രിസ്ത്യാനിയാകാം അല്ലാതായിരിക്കാം, യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തി അവൻ്റെ തന്നെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുക. കർത്താവ് എന്താ പറഞ്ഞ? സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെന്താണ്? 1 Corinthians 5:16 വചനമില്ലേ? സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെന്താണ്? ഇടതവില്ലാതെ പ്രാർത്ഥിക്കുക. ഇതാണ് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാൻ. ജപ്തി നടപടി കൊണ്ടുവന്ന് വാതിൽപ്പുറത്ത് ഒട്ടിച്ചാലും പരിശുദ്ധ വചനം എന്ത് പറയും? നന്ദി പ്രകാശിപ്പിക്കാൻ പറയും. ഈ കുറച്ച് പോയിന്റ് ജപ്തിയാണെന്ന് പറഞ്ഞോണ്ടേ വില്ലേജ് ഓഫീസർ കൊണ്ടുവന്ന് കഥകെ നമ്മുടെ ഡേറ്റ് ഇട്ട് ഫിക്സ് ചെയ്താലും നീ എന്താ പറയണം? ചെണ്ടക്കൊട്ടി വരുമെന്ന് പറഞ്ഞാലും നീ എന്താ പറയണം? നന്ദി പ്രകാശിപ്പിക്കാൻ പറയും. എന്താ കാര്യം? ഇവന്മാർ ആരും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കണം. നിങ്ങൾ ഭൂമിയിൽ ആരും പിതാവെന്ന് വിളിക്കരുത്. ഐ ആം യുവർ ഫാദർ, ദ എവർലാസ്റ്റിംഗ് ഫാദർ. കൈയടിച്ച് എൻ്റെ പേര് അനീഷ. ഞാൻ ചാത്തിയാത്തിടവയിൽ നിന്ന് വരുന്നു.
ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ച് 5-ാം തീയതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല. ഞങ്ങൾ മൂവാറ്റുപുഴ പോകുന്ന ഒരു വഴിക്ക് അപ്പോഴും തോന്നിയ ഒരു രീതിക്ക് അന്ന് മോർണിംഗ് ഞങ്ങൾ പറയുവാണ് നമുക്കൊന്ന് ഉടമ്പടി എടുത്ത് നോക്കാം. അതിനു മുമ്പ് വരെ ഒരു നെഗറ്റീവ് ഒരു ഇതായിരുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണോ വേണ്ടയോ, ഇതൊക്കെ നടക്കുമോ. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഇത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്കങ്ങനെ അത്ര വലിയ വിശ്വാസമില്ല. ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ചുറ്റുപാടുകൾ കണ്ടപ്പോഴും ഞാൻ വെറുതെ ഒരു ലാഘവത്തിൽ വന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്, ഞാനും ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളായിട്ട് വന്നത്. വെറുതെ വന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടിയുടെ സ്റ്റാർട്ടിങ് ആയി. ക്ലാസ് പകുതി ആയപ്പോഴാണ് ഞങ്ങൾ മേളിൽ കയറുന്നത്. അതും വലിയ കാര്യമായിട്ടൊന്നും കേട്ടൊന്നുമില്ല. കുറച്ച് നേരം കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടുന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി. മൂവാറ്റുപുഴ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ പോകുവാണ്, അന്ന് UK പോവുകയാണ് 7-ാം തീയതി. അവരെയും കണ്ടിട്ട് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച വിഷയം അത് തന്നെ ആയിരുന്നു. ഇത് നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. കാരണം വെച്ചാൽ 2019 മുതൽ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നടക്കാത്ത കാര്യങ്ങൾ സാധിക്കുമെന്നാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ പുറത്തേക്ക് പോകുക എന്നുള്ള ഇത് തന്നെയാണ് വച്ചത്. ഒന്നാമത്തെ നിയോഗമായിട്ട് പുറത്തേക്ക് പോവുക എന്നുള്ളതും, രണ്ടാമത്തത് ഹസ്ബൻഡിന് ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ ആ ജോലിയുടെ പോയാലും ഈ പുറത്തേക്ക് പോവുകയും വേണം. ഇവിടെ അതുവരെ ആ പുറത്തേക്ക് പോകുന്ന പ്രൊസീജിയർ തീരുന്നത് വരെയും നല്ലൊരു ജോലി ഇവിടെ ഉണ്ടാകുകയും വേണം. ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും അറിയാനും പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി ഉടമ്പടി പത്രം കൊണ്ടുവന്ന് വെറുതെ അതിൻ്റെ ഒരു കാര്യങ്ങളും മോർണിംഗ് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേട് എന്നുള്ളൊരു ഫീലായിരുന്നു. ഇതിനേക്കാളും ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു മുസ്ലിമാണ്, കൺവേർട്ട് ചെയ്ത് ഒരു 12 ഇയേഴ്സായി ഞാൻ ഇതിലേക്ക് വന്നിട്ട്. പക്ഷെ എനിക്ക് ബാക്കിയുള്ള വിശ്വാസങ്ങളെല്ലാം എനിക്ക് ഈശോയെ വിശ്വാസമാണ്, അമ്മ മാതാവിന് വിശ്വാസമാണ്, ഞാൻ എന്നും പള്ളിയിൽ പോവും, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിനോട് എനിക്ക് അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ഏപ്രിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു ഈസ്റ്ററിൻ്റെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രിയത്തെ കുർബാന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളെ ഒത്തിരി അറിയുന്ന ഒരാളാണ്. എന്നിരുന്നാൽ പോലും അത്ര വലിയ ബന്ധുക്കളൊന്നും അങ്ങനെയല്ല. പുള്ളിക്കാരൻ വന്നിട്ട് പറയാണ്, ഒരു വിസ ഉണ്ട്, വിസ കൊടുക്കുന്ന ആളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, പുറത്തേക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അയാളോട് പറയാം, കുറച്ച് എമൗണ്ട് ആവും, എന്നാലും നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഈ ഉടമ്പടി പത്രം എടുക്കുകയോ വായിക്കുകയോ പ്രെയർ ചൊല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പറയുമായിരുന്നു, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, ഉടമ്പടി എടുത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വന്നത്, അല്ലെങ്കിൽ ഇയാൾ നമ്മളോട് ഇത് പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ ആ പ്രെയറൊന്നും ചൊല്ലാറില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ നമ്മളോട് അത് ചോദിക്കണേ. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് 2 ദിവസം അടുപ്പിച്ച് ഈ പ്രെയർ അങ്ങ് ചൊല്ലിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാൽ നീ ചൊല്ലിക്കോ, നീ അല്ലേ ഉടമ്പടി എടുത്തേന്ന് പറഞ്ഞു. ഞാനത് ചൊല്ലാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു അച്ഛൻ്റെ ടോക്കുകളൊക്കെ കുറേശ്ശെ കേൾക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ ഒട്ടും കേൾക്കാറില്ല. കാരണം എനിക്ക് അച്ഛൻ പറയണ പലതും മനസ്സിലാവാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേൾക്കാറില്ലായിരുന്നു. പിന്നെ ഈ പ്രെയർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറയുന്നത് എന്തോ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണെന്നുള്ള, ഓരോ ദിവസത്തെ ഓരോ ചൊവ്വാഴ്ചയും വരുന്നത് നമ്മുടെ ഒരാഴ്ചത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അച്ഛൻ നമുക്ക് പറഞ്ഞു തരണേന്ന് പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ടോക്ക് മുഴുവനും കേൾക്കാൻ തുടങ്ങി. മുമ്പുള്ളതും പഴയതും ഒക്കെ കേട്ടു തുടങ്ങി, സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. സാക്ഷ്യം കേട്ടു തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രെയർ ചൊല്ലാനുള്ള ഒരു എന്താ പറയുക, ഒരു അരൂപി നമുക്ക് കിട്ടി തുടങ്ങിയത്. ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഏജൻസിയെ പോയി കാണുകയും ഇതിന് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ജോലി പോകാൻ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാങ്ക് ബാലൻസോ ഇല്ലാത്തവരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് എവിടെ നിന്ന് ഇപ്പോൾ ഒപ്പിക്കും, ഹാഫ് പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 5 lakhs നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എവിടെ പോയി ഒപ്പിക്കാനാണെന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് കൃപാസനത്തിൽ ഒരിക്കൽ കൂടി നല്ലവണ്ണം പോയാലോ, നമ്മൾ ഇതുവരെ ഒരുക്കമില്ലാതെയല്ലേ പോയത്, അപ്പോൾ നമുക്കൊന്ന് ഒരുക്കത്തോടു കൂടി പോയി നോക്കിയാലോ, ഒരു വിശ്വാസത്തോടെ പോയാലോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കാറെടുത്ത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ആ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് ഈ ഏജൻസിയെ കാണുന്നതിന് മുമ്പ് നമ്മൾ 2-3 ബാങ്കുകളിലെല്ലാം
ഈ കാശിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. എല്ലാ ബാങ്കും വെരിഫിക്കേഷനിൽ റിജക്ഷൻ. ഒരു 3-4 ബാങ്കെങ്കിലും അങ്ങനെ റിജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാനായിട്ട് ഈ കാറിൽ കയറി ഞങ്ങൾ 1 കിലോമീറ്റർ ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണ്, സാറിന് താല്പര്യമുണ്ടോ, ഒരു 4.5 ലാക്ക് നിങ്ങൾക്ക് അപ്രൂവലായി കിടപ്പുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് മതി, ഇത് ഞങ്ങൾക്ക് സാങ്ഷൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ വരുന്നത് മെയ് 18-ാം തീയതിയാണ് ഞാൻ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചത്. ആ വഴിയിൽ വെച്ച് വണ്ടി ഒതുക്കിക്കൊണ്ട് തന്നെ ഈ മറ്റ് ബാങ്കുകൾക്ക് അയച്ചു കൊടുത്ത അതേ ഡോക്യുമെൻറ്റ്സാണ് ഇവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. 19-ാം തീയതി മെയ് 19-ാം തീയതി മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിന് എഴുതിയിട്ടിട്ട് പോയായിരുന്നു, നിയോഗ പ്രാർത്ഥന പോലെ എഴുതിയിട്ടിട്ട് പോയായിരുന്നു. 19-ാം തീയതി 5:30 ആയപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സർ ലോൺ പാസ്സായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കൊന്തയിൽ എൻ്റെ പേര് വിളിച്ച് പറയുന്ന സമയത്താണ് ഹസ്ബൻഡിന് ലോണ് പാസ്സായത്. ആ സമയത്ത് നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4 ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി. അങ്ങനെ ഞങ്ങൾ ആ കാശ് ആ ഏജൻസിക്ക് കൊടുക്കുകയും അതിനുശേഷം പിന്നെ ഒരു വിശ്വാസം വന്നു, ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്തോറും അത് തട്ടി മാറ്റി കളയാതെ മാതാവ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഏജൻസിക്ക് കാശ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്നു വെച്ചാൽ തൊട്ടടുത്ത മാസം തന്നെ ഈ ഏജൻസിക്ക് കാശ് കൊടുത്തതിൻ്റെ അടുത്ത മാസം തന്നെ ഹസ്ബൻഡ് ജോലി പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എനിക്കും ജോലിയില്ല, പുള്ളിക്കും ജോലിയില്ല, 3 കുട്ടികൾ, എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇതുവരെ ഇപ്പോൾ 1 വർഷമാവുന്നു. ഇതിൻ്റെ പ്രൊസീജിയർ കെയർ ഹോം വിസ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ കുറച്ച് ലാഗ് ചെയ്താണ് പോണെങ്കിലും 2 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാശ്, അത് എങ്ങനെയാണെന്ന് അറിയില്ല, ഏകദേശം ഒരു 35,000 രൂപയോളം ഞങ്ങൾക്ക് ലോൺ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. പക്ഷെ അത് ഒന്നുകിൽ ഒരു ലോണായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ നേരത്തെ കൊടുത്തവരായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ ഇങ്ങോട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരായിരിക്കും. പക്ഷേ ഇങ്ങോട്ട് സഹായിക്കാനാണ് ആൾക്കാർ വരുന്നത്. അപ്പോഴും നമ്മൾ പറയുമായിരുന്നു, മാതാവേ ഉടമ്പടി എടുത്തേണ്, ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൈനീട്ടാൻ വയ്യാതെ ഞങ്ങൾക്കൊരു നാണക്കേടായിരുന്നു. കാരണം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ ഒരു രീതിയിലായതുകൊണ്ട് നമുക്ക് ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കാശില്ലാന്ന് പറഞ്ഞ് ചോദിക്കാൻ മടിയാണെന്ന് എപ്പോഴും മാതാവിനോട് മോർണിംഗ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കാശിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, ഒന്ന് അക്കൗണ്ട് നമ്പർ അയച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച് പല മിറാക്കിൾ പോലെ തന്നെ പൈസകൾ വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഈ സെപ്റ്റംബർ 1-ാം തീയതി 5-ാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ ലോണുകളെല്ലാം അടയ്ക്കണം. വീട്ടിലാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടിലുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ വെറുതെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു ലിങ്ക് എൻ്റെ ഫോണിലേക്ക് വരുവാണ്. ആ ലിങ്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് കിട്ടുമോ, ഒരു ഇൻസ്റ്റൻറ്റ് ലോണായിട്ടാണ് അത് വന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പോൾ പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും വേണം, ആദ്യത്തെ ദിവസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള എല്ലാം വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി വഴിയിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതുവരെ ആ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം വെറുതെ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് നിന്ന് 1,26,000 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ലോണ്, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഡിസംബർ വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ 2 മാസം കൂടുമ്പോൾ എങ്ങനെ ലോൺ അടയ്ക്കും, എങ്ങനെ ഫീസ് അടയ്ക്കും എന്നുള്ള രീതിക്കെല്ലാം മാതാവ് ഒരു വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലാസ്റ്റ് ടൈം ഹസ്ബൻഡ് നാളെ രാത്രി 1 മണിക്കാണ് UK പോകുന്നത്. ഇതിനിടയ്ക്ക് വിസ റെഡിയായി, വിസയുടെ കാര്യങ്ങളെല്ലാ പ്രോസസ്സും മാതാവും ഈശോപ്പയും കൂടി എല്ലാം ശരിയാക്കി തന്നായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ കാലിൽ ഒരു ചെറിയൊരു ആണി പോലെ കുറേ നാളായിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ഒരു 6 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇവിടെ അച്ഛൻ ജോസഫ് അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, കാലിലൊരു ആണി പോലെ നിൽക്കുന്നുണ്ട്, അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, അത് നിങ്ങളെടുത്ത് പുറത്ത് കളഞ്ഞോളൂ എന്നിങ്ങനെ അച്ഛൻ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം എൻ്റെ കാലിലും അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ആയിരിക്കുമോ അച്ഛൻ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ തൊട്ടതാണ്. പക്ഷെ ആണി ഇളകി പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഞാനതെടുത്ത് കളയുകയും ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിക്ക്, എൻ്റെ സിസ്റ്ററിന്, പുള്ളിക്കാരത്തി മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിം ആകുമ്പോൾ നമ്മൾ അത്രയും പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ അങ്ങനെ മിറാക്കിൾ സംഭവിക്കുക അതൊന്നും അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ പുള്ളിക്കാരത്തിക്ക് കാലിൽ സോറിയാസിൻ്റെ ഇത് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ കാല് തീരെ അനക്കാൻ വയ്യ, പൊട്ടി ഒലിക്കുന്ന രീതിയിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം പുരട്ടിത്തരാം, നിനക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ രാവിലെ ഇതെന്തായാലും പോകൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തൈലം പുള്ളിക്കാരത്തിക്ക് പുരട്ടി കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരത്തിനോട് കൊണ്ട് വിശ്വാസ പ്രമാണവും ചെല്ലിച്ചു.
അങ്ങനെ പിറ്റേന്ന് രാവിലെ, ഞാൻ രാത്രിയാണ് അത് ചെയ്യുന്നത്, പിറ്റേന്ന് രാവിലെ അത് മുറിവായിട്ടിരുന്നത്, മുറിവ് രണ്ടും ഇങ്ങനെ ഉണങ്ങി കാലിൻ്റെ ദശ രണ്ടും ഒട്ടിപ്പിടിച്ച രീതിയിലാണ് അതിരുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് നല്ല സൗഖ്യം കിട്ടി. ഇപ്പോൾ കാലിന് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. 2 തവണ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. പക്ഷേ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ സമയം കുറേ വൈകി പോണതുകൊണ്ട് എടുക്കാൻ പറ്റാണ്ടായിരുന്നു. ഉടനെ തന്നെ പുള്ളിക്കാരത്തെയും ഉടമ്പടി എടുക്കും. ഇതൊക്കെയാണ് എനിക്ക് ഈശോയിൽ നിന്ന് കിട്ടിയത്. ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അനീഷ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്ന സമയത്ത് മരിയൻ ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും കേട്ടിട്ടില്ലായിരുന്നു, വലിയ വിശ്വാസമില്ലായിരുന്നു. നെഗറ്റീവായിട്ട് പലതുമൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഉടമ്പടി എടുത്തു. അപ്പോൾ രണ്ടുപേരും പറയുന്നുണ്ട്, ഹസ്ബൻഡ് രണ്ടുപേരും കൂടി പറയുകയാണ്, നടക്കാത്ത കാര്യം നമുക്ക് വെക്കാം. ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നാണല്ലോ നമ്മൾ കേൾക്കാറുള്ളത്. വിദേശത്ത് പോകുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അനീഷ പറഞ്ഞത് ഡിഗ്രി തന്നെ പാസ്സായത് 7 വർഷങ്ങൾ കൊണ്ടാണ്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഗ്യാപ്പുള്ളത് കൊണ്ടുള്ള തടസ്സമുണ്ട്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷവും പത്രവും എല്ലാം അവിടെ വെച്ചു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എങ്കിലും ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ദൈവം വിശ്വസ്തനാണ്. ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. ഒരു സുഹൃത്ത് വിദേശത്ത് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നു, പൈസയെക്കുറിച്ച് പറയുന്നു. അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, ഇനി നമ്മൾ ഉടമ്പടി നന്നായി ചെയ്താലോ. പിന്നെ ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാൻ തുടങ്ങി. സന്തോഷത്തോടെ കൃപാസന പത്രം പോയി ആളുകൾക്ക് നൽകുവാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ, മരിയൻ ഉടമ്പടി ധ്യാനം കൂടുവാൻ തുടങ്ങി. അങ്ങനെ തീഷ്ണതയോടെ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുമെന്നതുപോലെ മരിയൻ ഉടമ്പടി പാലിക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമായിട്ട് കാണുകയാണ്. നാളെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോകുന്നു. ഇതിനൊരു സാധ്യതയില്ല എന്നാണ് ഇത്രയും നാൾ വരെ കേട്ടുകൊണ്ടിരുന്നത്. ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമാവുകയാണ്, സാധ്യത തെളിഞ്ഞു കിട്ടുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ ടോക്ക് കൂടുന്ന സമയത്ത് അനീഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. കാലിലെ ആണി അത് സുഖമാകുന്നുവെന്ന്. അനീഷയുടെ സഹോദരിയെക്കുറിച്ച് പറയുന്നത് സോറിയാസിസ്, വർഷങ്ങളായിട്ടുള്ള സോറിയാസിസ്, വളരെയധികം വേദന അനുഭവിക്കുന്ന, ചെരുപ്പിടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉടമ്പടി തൈലം പുരട്ടിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ സുഖമാവുന്ന രീതിയിലാവുന്നു. അന്ന് തന്നെ ഉടമ്പടി തൈലം പുരട്ടിയ അന്ന് തന്നെ ചെരുപ്പിട്ട് തിരിച്ചു പോകാൻ സാധിക്കുന്നു. ഇതെല്ലാം ഈശോ കൂടെ വന്നതിൻ്റെ അനുഭവങ്ങളാണ്. ഈശോയെ അനുഭവിച്ചറിയുവാൻ അനീഷയ്ക്ക് പറ്റി, കുടുംബത്തിന് പറ്റി, അതേപോലെ തന്നെ അനീഷയിലൂടെ മറ്റുള്ളവർക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമാണ് മരിയൻ ഉടമ്പടിയിലൂടെ അതിവേഗം നമ്മുടെ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.